വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളും, വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 43 മുതൽ 49 വരെയുള്ള തിരുവചനങ്ങളും, സങ്കീർത്തനം 113 തിരുവചനങ്ങളുമാണ് ഇന്ന് സെപ്റ്റംബർ 13-ാം തീയതി വിശുദ്ധ ജോൺ ക്രിസോസ്തോമിന്റെ തിരുനാള് സഭയിൽ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ കുർബാന മധ്യേ ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തിയിരുന്നത്. സഭാപിതാവായ ഇദ്ദേഹം വചനം അതേപടി അനുസരിക്കാൻ വേണ്ടി ഏറെ ക്ലേശങ്ങൾ സഹിച്ച വ്യക്തിയായിരുന്നു. ദൃശ്യ യാഥാർത്ഥ്യങ്ങളെക്കാൾ അദൃശ്യമായവയ്ക്കാണ് ഈ വിശുദ്ധൻ തന്റെ ജീവിതത്തില് പ്രാധാന്യം കൊടുത്തത്. വചനം അതേപടി വചനമനുസരിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിച്ച ഇദ്ദേഹം ഇതിന്റെ പേരില് 2 പ്രാവശ്യം നാടുകടത്തപ്പെടുന്നുണ്ട്. ലൂക്കാ സുവിശേഷം 6-ാം അധ്യായം 43-44 തിരുവചനങ്ങളില് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല, ചീത്ത വൃക്ഷം നല്ല ഫലങ്ങളും. ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു. മുൾച്ചെടിയിൽ നിന്ന് അത്തിപ്പഴമോ ഞെരിഞ്ഞിലിൽ നിന്ന് മുന്തിരിപ്പഴമോ ലഭിക്കുന്നില്ലല്ലോ എന്നാണ്. ഫലത്തിൽ നിന്നാണ് നമുക്ക് വ്യക്തികളെ തിരിച്ചറിയാൻ സാധിക്കുക. ഈശോ പറയുന്നത്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ട് നിങ്ങൾ എന്നെ മനസ്സിലാക്കുവിൻ എന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 37-38 തിരുവചനങ്ങളില് ഈശോ ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ഞാൻ എന്റെ പിതാവിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട. എന്നാൽ ഞാൻ അവ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും ആ പ്രവൃത്തികളിൽ വിശ്വസിക്കുവിൻ. അപ്പോൾ പിതാവ് എന്നിലും ഞാൻ പിതാവിലുമാണെന്ന് നിങ്ങൾ അറിയുകയും ആ അറിവിൽ നിലനിൽക്കുകയും ചെയ്യും. വീണ്ടും യോഹന്നാൻ 8:37-38 നിങ്ങൾ അബ്രാഹത്തിന്റെ സന്തതികളാണെന്ന് എനിക്കറിയാം, എങ്കിലും നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കുന്നു. കാരണം എന്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. എന്റെ പിതാവിന്റെ സന്നിധിയിൽ കണ്ടവയെ പറ്റി ഞാൻ സംസാരിക്കുന്നു. നിങ്ങളുടെ പിതാവിൽ നിന്നും കേട്ടത് നിങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് യേശു യഹൂദരെ കുറ്റപ്പെടുത്തുന്നുണ്ട്. യോഹന്നാൻ 8:42 ഈശോ പറയുന്നത്, ദൈവമാണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു, കാരണം ഞാൻ ദൈവത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഞാൻ സ്വമേധയാ വന്നതല്ല, അവിടുന്ന് എന്നെ അയച്ചതാണ്. യോഹന്നാൻ 8:47 ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിന്റെ വാക്ക് ശ്രവിക്കുന്നു. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരല്ല, അതുകൊണ്ട് നിങ്ങൾ അവ ശ്രവിക്കുന്നില്ല എന്ന് യോഹന്നാൻ ശ്ലീഹ തുടർന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. യോഹന്നാൻ 8:55 തിരുവചനം പറയുന്നത്, എന്നാൽ നിങ്ങളുടെ ദൈവം എന്ന് നിങ്ങൾ വിളിക്കുന്ന എന്റെ പിതാവാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത്. എന്നാൽ നിങ്ങൾ അവിടുത്തെ അറിഞ്ഞിട്ടില്ല, ഞാനോ അവിടുത്തെ അറിയുന്നു. ഞാൻ അവിടുത്തെ അറിയുന്നില്ല എന്ന് പറയുന്നെങ്കിൽ ഞാനും നിങ്ങളെ പോലെ നുണയനാകും. എന്നാൽ ഞാൻ അവിടുത്തെ അറിയുകയും അവിടുത്തെ വചനം പാലിക്കുകയും ചെയ്യുന്നു എന്ന് ഈശോ ഓർമ്മപ്പെടുത്തുന്നു. ഈശോ പറയുന്നത്, ഈശോ വന്നിരിക്കുന്നത് പിതാവിന്റെ ഹിതം നിറവേറ്റാനാണ്, സ്വന്തം ഇഷ്ടം പൂർത്തിയാക്കാനല്ല എന്നാണ്. യോഹന്നാൻ 4:34 എന്താണ് ഈശോയുടെ ഭക്ഷണം എന്ന് യോഹന്നാൻ ശ്ലീഹയിലൂടെ ഈശോ വ്യക്തമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നുണ്ട്. എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം എന്ന് വചനം പറയുന്നു. ഇന്ന് ഓരോരുത്തരും അവനവന്റെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കാനാണ് ദൈവസഹായം തേടുന്നത് എന്നത് നമ്മൾ ഓർക്കണം. യോഹന്നാൻ 5:43 ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നിട്ടും നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല. എന്നാൽ മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വന്നാൽ നിങ്ങൾ അവനെ സ്വീകരിക്കുമെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുന്നു. ഈശോ പിതാവിന്റെ നാമത്തിലാണ് വന്നത്. ഔദ്യോഗികമായിട്ട് ഒരു നാമത്തിൽ ഒരാൾ അയക്കപ്പെടുമ്പോൾ അയാളുടെ വ്യക്തിപരമായ നാമത്തിലല്ല പിന്നെ അയാൾ ആയിരിക്കുന്നത്. സഭയുടെ ഔദ്യോഗിക വക്താവായിട്ട് ഒരാൾ അയക്കപ്പെടുമ്പോൾ പിന്നെ അത് അയാളുടെ പേഴ്സണൽ അഫെയർ അല്ല. മാമോദിസ സ്വീകരിച്ച ഒരു വ്യക്തി ഇനിയും തനിക്ക് വേണ്ടി ജീവിക്കാനായിട്ട് പാടില്ല. അങ്ങനെ ചെയ്താൽ അത് പാപമായി തീരും.
നാം ഇപ്പോൾ വ്യാപൃതരായിരിക്കുന്നത് നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണോ എന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കാൻ ഈശോ നമ്മോട് പറയുന്നു. റോമ 14:7-8 തിരുവചനത്തിലെ പൗലോസ്ലീഹ ഇതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മിൽ ആരും തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നില്ല, തനിക്ക് വേണ്ടി മാത്രം മരിക്കുന്നുമില്ല. നാം ജീവിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു. ആകയാൽ ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരാണ്. 2 കൊരിന്തോസ് 5:15 വചനം ഇതുതന്നെ നമുക്ക് വ്യക്തമാക്കി തരുന്നു. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത് എന്ന് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നു. നമ്മൾ പാപത്തിന്റെ ചേറ്റിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ടവരാണ്. നമ്മില് അഹങ്കാരത്തിന്റെയും അത്യാഗ്രഹത്തിന്റെയും അസൂയയുടെയും ആസക്തികളുടെയും ഒക്കെ കള വിതച്ചിട്ട് ദുഷ്ടൻ കടന്നു പോകുന്നു. മൂലപാപങ്ങളുടെ വേരുകൾ നമ്മിൽ എല്ലാവരിലുമുണ്ട്. ഇവ നമ്മെ സ്വാർത്ഥതയ്ക്ക് അടിപ്പെടുത്തും, തന്നിഷ്ടത്തിന് ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യും. യെശയ്യാ 53:6 ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി, നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി, നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവന്റെ മേൽ ചുമത്തി എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരുവൻ സ്വന്തം വഴിക്ക് നടക്കുക എന്നാൽ ദൈവകൽപ്പനയ്ക്ക് എതിരായവ ചെയ്യുക എന്നാണ് അർത്ഥം. ഈ കാലഘട്ടത്തിൽ കയ്യിൽ വേണ്ടുവോളം കാശുണ്ടെങ്കിൽ പിന്നെ ആശ്രിതത്വം ആവശ്യമില്ല എന്നാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. സ്വയം പര്യാപ്തത ഒന്ന് നേടിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതം ഈസി. ഇതാണ് ഇന്നത്തെ തത്വം. ഇതാണ് ഇന്ന് മനുഷ്യൻ വലിയ കാര്യമായി കാണുന്നത്. ആശ്രയത്വം ഒരു ദൗർബല്യമായിട്ട് കരുതുന്ന ഈ സമൂഹത്തില് ദൈവത്തെ ആശ്രയിക്കാൻ നമ്മൾ പറഞ്ഞാല് അതാർക്കും സ്വീകാര്യമാവില്ല. അനുവാദം ചോദിച്ചിട്ട് ഒരു കാര്യം ചെയ്യാൻ ഇന്ന് നമ്മൾ ആരോടെങ്കിലും പറഞ്ഞാല് ചിലർ ഇട്ടിട്ട് പോകും. ഐ വാണ്ട് ഫ്രീഡം, ഞാൻ ആരുടെയും അടിമയല്ല. ഇതാണ് ഇന്നത്തെ അടിസ്ഥാന വാക്യം. ഡിപ്പെൻഡൻസി ഒരു ദൗർബല്യമായിട്ട് കരുതുന്നവര് യഥാർത്ഥത്തിൽ അഹങ്കാരികളാണ്, അവർ പാപത്തിലാണ്. റോമ 8:7 ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. അത് ദൈവത്തിന്റെ നിയമത്തിന് കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയുമില്ല എന്ന് പൗലോസ്ലീഹ നമുക്ക് വ്യക്തമാക്കി തരുന്നു. കീഴ്പ്പെടാൻ എനിക്കാവില്ല, എനിക്കത് ഇഷ്ടമില്ല എന്ന് ഒരുവൻ പറയുമ്പോൾ അത് തന്നെയാണ് പാപത്തിന്റെ അടിസ്ഥാന കാരണം. അനുദിനവും വചനം നമ്മുടെ പക്കലേക്ക് വരുമ്പോൾ അതനുസരിക്കുന്നതിനു പകരം ഇതെനിക്ക് പ്രോഫിറ്റബിൾ ആണോ, കംഫർട്ടബിൾ ആണോ എന്നൊക്കെ സ്ക്രീനിങ് നടത്തുന്നവരുണ്ട്. ഈ സിസ്റ്റം എനിക്ക് പറ്റില്ല, ഒരു വട്ടം വരച്ചിട്ട് അതിനുള്ളിൽ ഇങ്ങനെ നിൽക്കാൻ പറഞ്ഞാലോ, ഇതെങ്ങനെ ശരിയാകും? ഇതാണ് ചിലരുടെ വാദം. ലോകം വേലിക്കെട്ട് പൊളിച്ച് പുറത്തു കടക്കാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കും. ബൗണ്ടറീസ് ഒന്നും ലോകം ഇഷ്ടപ്പെടുന്നില്ല. ഏദൻ തോട്ടത്തില് പുരാതന സർപ്പം ആദ്യ മാതാപിതാക്കളെ വഞ്ചിച്ചത് ഈ ബൗണ്ടറി പറഞ്ഞു തന്നെയാണ്. ആ പുരാതന സർപ്പം ഇന്നും ദൈവത്തിനും മാതാപിതാക്കൾക്കും അധികാരികൾക്കും ഒക്കെ കീഴ്പ്പെട്ടു നിൽക്കുന്നത് ദൗർബല്യമായിട്ട് മനുഷ്യ മനസ്സുകളില് ചിന്ത ജനിപ്പിക്കുന്നു. ഈശോ അനുസരണമുള്ളവനായിട്ട് തന്നെ താഴ്ത്തിയത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 7-8 തിരുവചനങ്ങളില് നമ്മൾ കാണുന്നുണ്ട്. തന്നെ ശൂന്യനാക്കിക്കൊണ്ട്